അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയൽ മിഷൻ എന്ന ഈ ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ ചരിത്ര പരമ്പരയുടെ 17ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലെ തന്നെ മഹാനായ ബാഫക്കി തങ്ങളും വിട പറഞ്ഞതോടുകൂടെ സമസ്തയിലുണ്ടായ അസ്വാരസ്യങ്ങളും രാഷ്ട്രീയ അപ്രമാദിത്യമൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് അത് ക്രമേണ ഇല്ലാതായതും സമസ്തയുടെ സമ്മേളനം ദീർഘകാലം നടക്കാത്തതുകൊണ്ട് ജനങ്ങളിലുണ്ടായ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. ആളുകൾക്കിടയിലുണ്ടായ രാഷ്ട്രീയ ജ്വരവും മുസ്ലിം ലീഗിലുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള പിളർപ്പുമൊക്കെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെയും EK ഹസൻ മുസ്ലിയാരുടെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും സമസ്തയിലേക്കുള്ള കടന്നുവരവാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. സുന്നി യുവജന സംഘം രൂപീകരിച്ച ആദ്യ കാലഘട്ടത്തിലൊക്കെ അന്നത്തെ ചില രാഷ്ട്രീയ നേതാക്കളും സമസ്തയിലെ തന്നെ ചില നേതാക്കളും SYSനെ കർമ്മരംഗത്തിറക്കാൻ അനുവദിക്കാതെ തളച്ചിട്ടിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറവണ്ണ ഉസ്താദിൻ്റെയും പതി ഉസ്താദിൻ്റെയും ഒക്കെ വിയോഗശേഷമാണ് ആ ഒരു അവസ്ഥ കൂടുതൽ രൂക്ഷമായത്. എന്നാൽ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാരും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും SYSൻ്റെ തലപ്പത്തേക്ക് കടന്നു വന്നതോടെ ആ ഒരു നിർജീവാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടായി. എല്ലാ കെട്ടുപാടുകളും ബന്ധനങ്ങളും പിഴുതെറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കൂടുതൽ യൂണിറ്റുകൾ രൂപീകരിക്കാനും ഒക്കെ ആരംഭിച്ചു. മാത്രമല്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്കും സാന്ത്വന സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ SYS കാലെടുത്ത് വെച്ചത് ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായി നടന്ന 1978 SYSൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം, അതിലേക്ക് വരാം. അതിനു മുമ്പ് 1976 നവംബർ 29 ചേർന്ന മുഷാവറയിൽ ഉള്ളാൾ തങ്ങൾ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരെ സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാരായിട്ട് തെരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിൽ കോഴിക്കോട് കുറ്റിച്ചിറയിൽ 12 ദിവസം നീണ്ടുനിന്ന ഒരു വാദപ്രതിവാദം നടന്നിരുന്നു. അതിൻ്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തൻ്റെ ആത്മകഥയായ വിശ്വാസപൂർവ്വത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ആ സംവാദത്തിൻ്റെ രസകരമായ അനുഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കേട്ടിരിക്കണം. ഞാനതൊന്ന് വായിക്കാം. ഇതിലെ 274 പേജിലാണ് ആ ഒരു സംവാദത്തിനെക്കുറിച്ച് പറയുന്നത്. കീരീറ്റിപ്പറമ്പിൽ MKM കോയ മുസ്ലിയാരുടെ ദർസിലെ വിദ്യാർത്ഥിയായിരുന്ന പെരുമുഖം ബീരാൻകുട്ടി എന്നൊരു മുത്തഅല്ലിം കുറ്റിച്ചിറയിലെ നിസ്കാരപ്പള്ളിയിൽ റമദാനിൽ താൽക്കാലികമായി ഇമാമായി നിന്നിരുന്നു. ആ വിദ്യാർത്ഥി നടത്തിയിരുന്ന ആദർശ പഠന ക്ലാസ്സുകളാണ് കുറ്റിച്ചിറയിലെ പ്രസിദ്ധമായ സംവാദത്തിലേക്ക് നയിച്ചത്. ഇതിനെതിരെ K ഉമർ മൗലവി കുറ്റിച്ചിറ തെക്കേപ്പുറം കുണ്ടുങ്ങലിൽ 8 ദിവസം പ്രസംഗിച്ചു. ഇതിനു മറുപടിയായി EK ഹസൻ മുസ്ലിയാരും ഞാനും കുറ്റിച്ചിറയിൽ പ്രസംഗിച്ചു. ഉമർ മൗലവിയുടെ പ്രസംഗത്തിലെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ടൗണിലെ SYS പ്രവർത്തകർ വേദിയിലേക്ക് ഒരു എഴുത്ത് കൊടുത്തയച്ചെങ്കിലും മൗലവി മറുപടി പറഞ്ഞില്ല. ഇതിനു പകരമെന്നോണം T മാമുക്കോയ എന്നൊരാൾ ഞങ്ങൾ സംസാരിക്കുന്ന വേദിയിലേക്ക് വന്നു സംവാദത്തിന് വെല്ലുവിളിച്ചു. ഞങ്ങളത് സ്വീകരിക്കുകയും അന്നു തന്നെ ജിഫ്രി ഹൗസിൽ ഫസൽ പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗവും യോഗം ചേർന്ന് സംവാദത്തിൻ്റെ രൂപരേഖയും നിബന്ധനകളും തയ്യാറാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. KM മാത്തോട്ടമായിരുന്നു ചർച്ചകളിൽ സുന്നികളെ പ്രതിനിധീകരിച്ചത്. മറുഭാഗത്ത് T മാമുക്കോയയും EK ഹസൻ മുസ്ലിയാർ, M ബഷീർ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എന്നിവരും ഞാനുമായിരുന്നു സുന്നികളെ പ്രതിനിധീകരിച്ച് സംവാദത്തിൽ പങ്കെടുത്തത്. PK അലി അബ്ദുൾ റസാഖ് മദനി, CP ഉമർ സുല്ലമി, മുഹമ്മദ് ഐദീദ് തങ്ങൾ, AP അബ്ദുൽ ഖാദർ മൗലവി, KK മുഹമ്മദ് സുല്ലമി എന്നിവർ മുജാഹിദ് പക്ഷത്തും അണിനിരന്നു. ഇസ്തിഗാസ, കുത്തുബയുടെ ഭാഷ, സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്നിവയായിരുന്നു വിഷയങ്ങൾ. അരമണിക്കൂർ വീതം ഇരുവിഭാഗവും സംസാരിക്കാനായിരുന്നു ധാരണ. അതുവരെ നടന്ന സംവാദങ്ങളിൽ പിന്തുടർന്നിരുന്ന ചോദ്യോത്തര ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയായിരുന്നു ഇത്. വാദങ്ങളും ഉപോത്ബലകമായ തെളിവുകളും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിലും സംവാദങ്ങൾ വിജ്ഞാനപ്രദവും പണ്ഡിതോചിതവുമാകാൻ ഈ ശൈലിയാണ് നല്ലത്. ഈ രീതി പിന്തുടർന്നതുകൊണ്ടാണ് പരിപാടി 12 ദിവസം നീണ്ടു നിൽക്കുന്നതും. ആദ്യത്തെ 6 ദിവസം ഇസ്തിഗാസ, 4 ദിവസം കുത്തുബയുടെ ഭാഷ, 2 ദിവസം സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്നിങ്ങനായിരുന്നു വിഷയാവതരണം നടന്നത്. കുറ്റിച്ചിറ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത് മുജാഹിദുകളുടെ ദൈവസങ്കല്പത്തിൻ്റെ പൊള്ളത്തരവും അതെങ്ങനെയൊക്കെയാണ് തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു നിൽക്കുന്നതെന്നും ബോധ്യപ്പെടുത്താനായി എന്നതാണ്.
ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ സുന്നികളുടെ പേരിൽ ആരോപിക്കുക എന്നല്ലാതെ അത്തരം ചോദ്യങ്ങളിൽ നിന്നും മുജാഹിദുകൾ പൊതുവെ വഴുതിപ്പോകാറാണ് പതിവ്. ആ പതിവ് കുറ്റിച്ചിറയിൽ തെറ്റി. ഇസ്തിഗാസയെക്കുറിച്ചുള്ള വിഷയാവതരണം ഒടുവിൽ അള്ളാഹുവിൻ്റെ അധികാരത്തെയും കഴിവുകളെയും പറ്റിയുള്ള ചർച്ചയായി മാറി. സഹായം തേടൽ, പ്രാർത്ഥന, ആരാധന എന്നിവയെ പരസ്പരം കൂട്ടിക്കുഴച്ചുകൊണ്ടായിരുന്നു CP ഉമർ സുല്ലമിയുടെ വിഷയാവതരണം. ഖുർആൻ സൂക്തങ്ങൾ പാതിമുറച്ച് ഓതിയത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഖുർആൻ ആദ്യാന്തം ഓതാൻ കഴിയില്ലെന്നായിരുന്നു AP അബ്ദുൽ ഖാദർ മൗലവിയുടെ വിചിത്രമായ മറുപടി. അള്ളാഹുവിന് പങ്കാളികളെ ചേർക്കുന്നു എന്ന് ആരോപിച്ച് സുന്നികളെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്ന മുജാഹിദുകൾ അള്ളാഹുവിൻ്റെ കഴിവുകളെ ഭൗതികം അഭൗതികം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുകയും അഭൗതികമെന്ന് വേർതിരിച്ച അള്ളാഹുവിൻ്റെ കഴിവുകളിൽ സൃഷ്ടികളെ പങ്കുചേർക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കലിൻ്റെ പരിധിയിൽപ്പെടില്ലേ? നിങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരത്തെ രണ്ടായി വിഭജിക്കുകയാണോ എന്നൊക്കെ ഹസൻ മുസ്ലിയാർ ചോദിച്ചപ്പോൾ സുന്നികൾ തങ്ങളെ ദൈവനിഷേധികളായി ചിത്രീകരിക്കുന്നു എന്ന പരാതിയായി മുജാഹിദുകൾക്ക്. മറ്റുള്ളവരെ നിരന്തരം ദൈവനിഷേധികളാക്കുന്ന മുജാഹിദുകൾക്ക് ഹസൻ മുസ്ലിയാരുടെ ചോദ്യം കുറിക്കുകൊണ്ടു. ഷിർക്ക് ആരോപണം തിരിച്ചടിച്ചെന്നു മാത്രമല്ല, മറ്റു പല വാദങ്ങളുടെയും മറവിൽ ഒളിപ്പിച്ചു വച്ച അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മുജാഹിദുകളുടെ തെറ്റായ വിശ്വാസങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്ന് ഇപ്പോൾ കരുതുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രം പിന്നീട് കാര്യകാരണങ്ങൾ കണ്ടെത്തിയാൽ അതിനനുസരിച്ച് അപ്രസക്തമാകുന്നതാണോ നിങ്ങളുടെ ദൈവം എന്ന എൻ്റെ ചോദ്യം ഒരേ സമയം മുജാഹിദുകളുടെ തൗഹീദി നാട്യങ്ങളെയും പുരോഗമന നാട്യങ്ങളെയും തുറന്നുകാട്ടാൻ സഹായകമായി. അടിസ്ഥാനപരമായ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നതിന് പകരം ഖുർആൻ പരിഭാഷകളെ ചൊല്ലിയുള്ള ചർച്ചയാക്കി സംവാദത്തെ മാറ്റാനായി മുജാഹിദുകളുടെ പിന്നീടുള്ള ശ്രമം. ഇസ്തിഗാസയെക്കുറിച്ചുള്ള ചർച്ചയോടെ തന്നെ സംവാദത്തിൻ്റെ ദിശ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. തൗഹീദി പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്നവരുടെ ദൈവവിശ്വാസ സങ്കല്പത്തിലെ പൊള്ളത്തരം പുറത്തായതോടെ മറ്റുള്ള ചർച്ചകൾക്ക് എന്തു പ്രസക്തി എന്ന ഭാവമായിരുന്നു സദസ്യർക്ക്. അത് ശരിയായിരുന്നു താനും. ഏകദൈവ വിശ്വാസം ശരിയാകാത്തവരോട് ഖുതുബയുടെ ഭാഷയും സ്ത്രീ ജമാഅത്തും ചർച്ച ചെയ്തിട്ടെന്തു കാര്യം? ഇതിനിടയിൽ തിങ്ങി നിറഞ്ഞ സദസ്സിലൂടെ ഒരു കൂറ്റൻ കാളയെ തുറന്നുവിട്ടു. പരിപാടി അലങ്കോലമാക്കാനുള്ള ശ്രമവുമുണ്ടായി. സുന്നികൾ പരിപാടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നിടത്തു നിന്നും ഒരു പ്രാദേശിക മുജാഹിദ് നേതാവ് ടേപ്പ് റെക്കോർഡർ എടുത്തോടിയതും സംഘർഷത്തിനിടയാക്കി. കല്ലായി ഭാഗത്തേക്കോടിയ അയാളെ സദസ്സിലുണ്ടായിരുന്ന ചിലർ പിന്തുടർന്നു. ഒടുവിൽ പിടികൂടുമെന്നായപ്പോൾ ഒരു വണ്ടിയിൽ ഇടിച്ചു ടേപ്പ് റെക്കോർഡറും കാസറ്റും പൊട്ടിച്ചു കളഞ്ഞു. അതുവരെയും നല്ല രീതിയിൽ നടന്ന പരിപാടി തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ സദസ്യരും സുന്നികളുടെ ഭാഗത്തു നിന്നുള്ള സംഘാടക സമിതി കൺവീനർ KM മാത്തോട്ടവും രംഗത്തെത്തിയപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി മൈക്കിലൂടെ ഭീഷണി മുഴക്കി. കോഴിക്കോട് നഗരത്തിലെ 11 പള്ളികൾ ഞങ്ങളുടെ കൈവശമാണ്. ഞങ്ങൾ വിചാരിച്ചാൽ ഒരാൾക്കും കോഴിക്കോട് നഗരത്തിലൂടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ഈ പ്രവൃത്തികൾ അതുവരെയും നിലനിന്നിരുന്ന സംവാദ അന്തരീക്ഷത്തിൻ്റെ ശോഭ കെടുത്തിക്കളഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ കാലഗണനയെക്കുറിച്ചുമുള്ള സാമാന്യ ധാരണയെപ്പോലും പരിഹസിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഖുതുബയുടെ ഭാഷ, സ്ത്രീ ജമാഅത്ത് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള PK അബ്ദുറസാഖ് മദനിയുടെയും CP ഉമർ സുല്ലമി, മുഹമ്മദ് ഐദീദ് തങ്ങൾ, അബ്ദുൽ ഖാദർ മൗലവി എന്നിവരുടെയും അവതരണങ്ങൾ. അവസാനത്തെ ദിവസം ഫതാവൽ കുബ്രയിൽ നിന്നും ഇഖ്തിലാഫുൽ ഹദീസിൽ നിന്നുമുള്ള ഉദ്ധരണികൾ വായിച്ച് അവരുടെ വാദങ്ങൾ ഖണ്ഡിച്ചപ്പോൾ ഇതെന്തുകൊണ്ട് ഇതുവരെ വായിച്ചില്ല എന്ന് മാത്രമായിരുന്നു അബ്ദുൽ ഖാദർ മൗലവിയുടെ മറുചോദ്യം. അതോടെ 12 ദിവസം നീണ്ടുനിന്ന സംവാദത്തിന് പരിസമാപ്തിയായി. സംവാദത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് വന്നപ്പോൾ കുണ്ടുതോടിൽ സ്വീകരിച്ച സമീപനം തന്നെ മുജാഹിദുകൾ തുടർന്നു. ആദ്യം ചന്ദ്രികയിലും പിന്നീട് മുജാഹിദ് അനുഭാവികളായ ചില പ്രാദേശിക റിപ്പോർട്ടർമാരെ സ്വാധീനിച്ച് മാതൃഭൂമിയിലും തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. മുജാഹിദുകളുടെ വാദമുഖങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഏകപക്ഷീയമായ റിപ്പോർട്ടായിരുന്നു മാതൃഭൂമിയിൽ വന്നത്. ചന്ദ്രികയിലാവട്ടെ മുജാഹിദുകൾ തെളിവ് നിരത്തിയപ്പോൾ സുന്നികൾ പഴയ വാദങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന മട്ടിലുള്ള റിപ്പോർട്ടും. ഇതിനെതിരെ സംവാദവേദിയിൽ വെച്ചു തന്നെ ശബ്ദമുയർന്നു. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ സുന്നികൾ ചന്ദ്രിക ബഹിഷ്കരിക്കുമെന്ന് KP ഉസ്മാൻ സാഹിബ് പ്രസംഗിച്ചു. അതോടെ ആരുടെയും വാർത്ത കൊടുക്കേണ്ട എന്നൊരു തീരുമാനം അവരെടുത്തുവെന്ന് കേട്ടു. പക്ഷേ അതിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കുറ്റിച്ചിറക്കു ശേഷം സുന്നികളുമായി വിപുലമായൊരു സംവാദത്തിനു സമീപകാലത്തൊന്നും മുജാഹിദുകൾ മുതിർന്നിട്ടില്ല.
7 വർഷങ്ങൾക്ക് ശേഷം 1984 കൊട്ടപ്പുറത്ത് വെച്ചായിരുന്നു പിന്നീട് അതിനുള്ള അരങ്ങൊരുങ്ങിയത്. 1973 മുതൽ മുഷാവറ യോഗങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും സമസ്തയുടെ വാർഷിക സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അപ്രമാദിത്യം കാരണം സമസ്തയിലെ പല പ്രവർത്തനങ്ങളെയും അത് കാര്യമായി ബാധിച്ചു. ആ സ്ഥിതിവിശേഷത്തിന് മാറ്റം വരുത്താനും രാഷ്ട്രീയ അപ്രമാദിത്യം അവസാനിപ്പിക്കാനും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ EK ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും രംഗത്തിറങ്ങിയതോടെ മലപ്പുറം ഭാഗത്തുള്ള ചില മുഷാവറ അംഗങ്ങളിൽ നിന്ന് കടുത്ത വിയോജിപ്പ് നേരിടേണ്ടി വന്നു. സമസ്തയിലെ തന്നെ ചില ആളുകൾക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുജാഹിദുകളുമായിട്ടുള്ള അടുപ്പം SYS ശക്തമായിട്ട് എതിർത്തു. എന്നാൽ SYSനെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ ചായ്വുള്ള മലപ്പുറം ഭാഗത്തെ നേതാക്കൾ 1976 സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചു. പ്രധാനമായും ഷംസുൽ ഉലമയെയും SYS നേതാക്കളെയും എതിർക്കലായിരുന്നു സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രധാന പണി. സമസ്തക്ക് കീഴിൽ രൂപീകരിച്ച പട്ടിക്കാട് ജാമിയ അനൂരിയയും രാഷ്ട്രീയക്കാരുടെ കൈകളിലായി. സമസ്തയുടെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ സുന്നികളുടെ മേൽനോട്ടത്തിൽ തന്നെ രാഷ്ട്രീയക്കാരെ ആരെയും ഉൾപ്പെടുത്താതെ മറ്റൊരു സ്ഥാപനം പടുത്തുയർത്തണമെന്നുള്ള ആലോചന വന്നു. SYS ആണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന ആലോചന വെച്ചെങ്കിലും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയും പ്രസിഡന്റായ കണ്ണിയത്ത് ഉസ്താദിനും അതിന് സർവ്വ പിന്തുണയും നൽകി. ആ കാലത്ത് മംഗലാപുരത്ത് ചില വലിയ ഭൗതിക പഠന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ആ സ്ഥാപനം മാതൃകയിൽ അതുപോലെ തന്നെ വെല്ലൂർ ബാക്കിയാത്തിലെ മതപഠന മോഡലിൽ ഒരു മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന ലക്ഷ്യത്തിലേക്കാണ് SYS കാലെടുത്ത് വെച്ചത്. അങ്ങനെ ഒരു സ്ഥാപനം നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ SYSൻ്റെ നേതാക്കൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ധനസമാഹരണവും പര്യടനവും നടത്തി. സ്ഥാപനം തുടങ്ങാൻ ആവശ്യമായ സ്ഥലം ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് ലഭിച്ചില്ല. ഒടുവിൽ CM മടവൂരിൻ്റെ അടുത്ത് പോയി സങ്കടം ബോധിപ്പിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അതിന് പറ്റിയ സ്ഥലം കാണുകയും അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് CM മടവൂർ പ്രവചിക്കുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളുടെ കാറിൽ അവർ തിരിച്ചു പോന്നപ്പോൾ സ്ഥലം വിൽപ്പനയ്ക്ക് എന്നുള്ളൊരു ബോർഡ് കാരന്തൂർ കാണുകയും അവിടെ അവർ വണ്ടി നിർത്തി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ചന്ദ്രൻ എന്നൊരു അമുസ്ലിം സഹോദരൻ്റേതായിരുന്നു ആ സ്ഥലം. അപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്ത് അത് ഉറപ്പിക്കുകയും ചെയ്തു. 1978 മാനാഞ്ചിറയിൽ വെച്ചിട്ട് SYSൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു. 1976 AP അബൂബക്കർ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോയപ്പോൾ ഹറമിൽ ദീർഘകാലം മുദരിസായി സേവനം ചെയ്ത മുഹമ്മദ് അലവി മാലിക്കിയെ SYSൻ്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏപ്രിൽ 14, 15, 16 തീയതികളിലാണ് SYSൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം നടന്നത്. രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ നേതാക്കളെയും പണ്ഡിതന്മാരെയും സൂഫി വര്യന്മാരെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനമായിരുന്നു SYS നടത്താൻ ആലോചിച്ചത്. മക്കയിലെ പണ്ഡിതനായ സയ്യിദ് അലവി മാലിക്കി, CM വലുല്ലാഹി, വടകര മുഹമ്മദാജി തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാരുടെ സാന്നിധ്യമുള്ള സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അതേ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് SYSൻ്റെ കീഴിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നുള്ള ആ സ്വപ്നം അതിന് തറക്കല്ലിടൽ കർമ്മം നടത്തിയതും. സയ്യിദ് അലവി മാലിക്കിയുടെ കരങ്ങൾ കൊണ്ടാണ് മർക്കസിന് ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെ തറക്കല്ലിട്ടത്. കേരളത്തിലെ കലുഷിതമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ സമ്മേളനവും ശിലാസ്ഥാപന ചടങ്ങുമൊക്കെ നടന്നത്. മുസ്ലിം ലീഗിലെ പിളർപ്പ് മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു സമയമായിരുന്നു അത്. 2 വിഭാഗത്തിലെയും നേതാക്കളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. സ്ഥാപനവുമായി ബന്ധപ്പെട്ട മസ്ജിദിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെയും ക്ഷണിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചടങ്ങിലേക്ക് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും പ്രത്യേകം ക്ഷണിച്ചിരുന്നു. എന്നാൽ പാണക്കാട് തങ്ങന്മാർക്ക് ആർക്കും ഈ പരിപാടിയിലേക്ക് വരാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാരന്തൂർ വരെ വന്നുവെങ്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തടഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തു. അതോടെ SYS നേതാക്കളും മർക്കസിൻ്റെ സഹകാരികളുമൊക്കെ അഖിലേന്ത്യാ ലീഗുകാരായി മുസ്ലിം ലീഗുകാർ ചിത്രീകരിച്ചു. 1979 വഹാബികൾ മുസ്ലിം ഐക്യവേദി രൂപീകരിച്ച് സമസ്ത നേതാക്കളെയും അതിലേക്ക് ക്ഷണിച്ചു. എന്നാൽ 1979 ജൂൺ 16 മുഷാവറയിൽ അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചർച്ച ചെയ്യുകയും തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു. സുന്നികൾ ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളല്ല, മറിച്ച് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് അംഗീകരിക്കാത്ത പക്ഷം എങ്ങനെയാണ് മുസ്ലിം ഐക്യവേദിയിലേക്ക് സുന്നികളെ ക്ഷണിക്കുക? ആദ്യം സുന്നികൾ മുശ്രിക്കുകളല്ലെന്നും മുസ്ലിങ്ങൾ തന്നെയാണെന്നും തീരുമാനിക്കുക, അതിനുശേഷം ക്ഷണിക്കുക.
ഞങ്ങൾ പരിഗണിക്കാം എന്നായിരുന്നു സമസ്ത നേതാക്കളുടെ മറുപടി. സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ലെന്നും എന്നാൽ സുന്നികൾക്കും സുന്നി സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യുമെന്നും അതേ മുഷാവറയിൽ വെച്ച് തന്നെയാണ് പ്രമേയം പാസാക്കിയത്. അതേ വർഷം ഒക്ടോബർ 7 ചേർന്ന മുഷാവറയിൽ മുസ്ലിങ്ങളിൽ നിന്ന് സുന്നികളെയല്ലാതെ സ്ഥാനാർത്ഥികളായി നിർത്താതിരിക്കാൻ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് ഉണർത്താനും മുഷാവറയിൽ തീരുമാനിച്ചു. സമസ്തയുടെ ഈ രാഷ്ട്രീയ നിലപാട് മുസ്ലിം ലീഗിൽ കടുത്ത എതിർപ്പിന് കാരണമായി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഷംസുൽ ഉലമ, AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ കുബുദ്ധികളാണെന്ന് അവർ പ്രചരിപ്പിച്ചു. അത് കാരണം കൊണ്ട് തന്നെ മർക്കസ് എന്ന സ്ഥാപനത്തിന് നേരെയും കടുത്ത ആരോപണങ്ങളുണ്ടായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.